നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. കൊച്ചിയിൽ നാടിനെ ഇന്ന് തൃശ്ശൂരിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. തൃശ്ശൂരിൽ ജോർജ് ടൺ പൂരം ഷൂട്ടിംഗ് സെറ്റായിരുന്ന ടെന്നീസ് ക്ലബ് പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ജോയ്സ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ്. നടിയെ ആക്രമിച്ച കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേശൻ ഹാജരാകും. കേസിൽ ദിലീപിനെ ഇന്നും ചോദ്യം ചെയ്യും. സുഹൃത്തും സംവിധായകനുമായ നാദിർഷ, മാനേജർ അപ്പുണ്ണി എന്നിവരെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ദിലീപിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കോഴിക്കോട് തിരുവള്ളൂരിൽ CPM ലീഗ് സംഘർഷം. നിരവധി വാഹനങ്ങൾ അക്രമത്തിൽ അടിച്ചു തകർത്തു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നഴ്സുമാരുടെ സമരം 18ാം ദിവസത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്നും സത്യഗ്രഹ സമരം തുടരും. തിങ്കളാഴ്ച മുതലാണ് അനിശ്ചിതകാല പണിമുടക്ക്. ഇന്നത്തെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം സമരത്തിന് അന്തിമ രൂപം നൽകും. വേതന വർധന ആവശ്യപ്പെടുന്ന സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ ആശുപത്രി മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി. കാസർഗോഡ് സമരത്തിനിറങ്ങിയ നഴ്സുമാരെ ആശുപത്രി ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി. ഇനി ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകില്ലെന്നും മാനേജ്മെന്റ് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് പനി മരണം തുടരുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ചത് 7 പേർ. H1N1 പനി ബാധിതരുടെ എണ്ണം കുറഞ്ഞെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. സാനിറ്ററി നാപ്കിനുകൾക്ക് GST ചുമത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം വ്യാപകം. SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോളേജുകളിൽ വിദ്യാർത്ഥിനികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. സാനിറ്ററി നാപ്കിന് ചുമത്തിയ 12% GST പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന് SFI. മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ വിവാദത്തിൽ ആയതോടെ വിദഗ്ധ സമിതി സ്ഥലത്ത് പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയതായി വൈസ് ചാൻസലർ K. വിജയകുമാർ. സമിതി റിപ്പോർട്ട് അനുസരിച്ച് മാത്രം മതി തുടർ നടപടികളെന്ന് ജയകുമാർ ന്യൂസ് 18നോട്. സർക്കാരുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉൾപ്പെടുത്തി മൊബൈൽ ആപ്പ്. ശ്രേയസ് എന്ന പേരിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആപ്പ് പുറത്തിറക്കിയത്. മന്ത്രി AK. ബാലൻ ആപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് CITU വീണ്ടും സമരം തുടങ്ങി. കൊല്ലം VLC ഹെഡ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം തുടങ്ങി. കഴിഞ്ഞ ഏപ്രിലിൽ ഫാക്ടറി തുറക്കാമെന്ന് VLC നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം. നോട്ട് അസാധുവാക്കിയതിനെ തുടർന്ന് ബാങ്കുകളിൽ തിരികെ എത്തിയ 500ന്റെയും 1000ന്റെയും നോട്ടുകളുടെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേൽ. പാർലമെന്റിന്റെ സാമ്പത്തിക സ്ഥിരം സമിതിയാണ് ഉർജിത് പട്ടേൽ ഇക്കാര്യം അറിയിച്ചത്. IS ബന്ധം സംശയിക്കുന്ന മലയാളി വ്യാജ പാസ്പോർട്ടുമായി ഡൽഹിയിൽ പിടിയിൽ. കണ്ണൂർ സ്വദേശിയായ ഷാജഹാൻ വള്ളുവക്കണ്ടിയാണ് CIA നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാശ്മീർ താഴ്വരയിലെ ഭീകരരെ നേരിടാൻ ഗോരക്ഷക് പ്രവർത്തകരെ അയക്കണമെന്ന് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ. അമർനാഥ് തീർത്ഥാടകർ ഭീകരാക്രമണത്തിൽ തീർത്ഥാടകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഉദ്ധവിന്റെ പരാമർശം. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 36,000 കോടി രൂപയുടെ കാർഷിക കടാശ്വാസ പദ്ധതിയും ഇതിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ ആശങ്കയിലാക്കി ചൈനയുടെ പ്രഥമ വിദേശ സൈനിക താവളം ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിൽ പ്രവർത്തനം തുടങ്ങി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. ബ്രസീൽ മുൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവയ്ക്ക് അഴിമതി കേസിൽ 9.5 വർഷത്തെ തടവ് ശിക്ഷ. ബ്രസീലിയൻ ഫെഡറൽ ജഡ്ജി സെർജിയോ മോറയാണ് ശിക്ഷ വിധിച്ചത്. തിമിംഗലങ്ങളുടെ രക്ഷകൻ ജോ ഹോൾട്ട് അന്തരിച്ചു. കാനഡ സ്വദേശിയായ ഹോൾട്ട് വെയിൽ റെസ്ക്യൂ ടീം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് തിമിംഗലങ്ങളെയാണ് രക്ഷപ്പെടുത്തിയത്. മരണം മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ തിമിംഗലത്തെ രക്ഷപ്പെടുത്തുന്നതിനിടെ. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമപാളി
ലാർസൻ സി രണ്ടായി പിളർന്നു. ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഐസ്ബർഗിന്റെ പിളർപ്പ് നാസ സ്ഥിരീകരിച്ചു. ബ്രസീലിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അമ്മ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. 123 ദിവസം വെന്റിലേറ്ററിൽ സഹായത്തിൽ ജീവൻ നിലനിർത്തിയ അമ്മയുടെ ഉദരത്തിൽ നിന്ന് സിസേറിയൻ വഴിയാണ് കുട്ടികളെ പുറത്തെടുത്തത്. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ രണ്ടാം തോൽവി. ഓസ്ട്രേലിയയോട് 8 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ജയത്തോടെ ഓസ്ട്രേലിയ സെമിയിൽ. വനിതാ ക്രിക്കറ്റിലെ ചരിത്രം തിരുത്തിക്കുറിച്ച് ഇന്ത്യൻ താരം മിതാലി രാജ്. ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമെന്ന ബഹുമതി മിതാലി രാജ് സ്വന്തമാക്കി. ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിനിടെയാണ് മിതാലിയുടെ റെക്കോർഡ് നേട്ടം. വനിതാ ക്രിക്കറ്റിലെ മറ്റ് മത്സരങ്ങളിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. 3 വിക്കറ്റ് എടുത്ത അലക്സ് ഹാർട്ടിലാണ് കിവീസിനെ തകർത്തത്. ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക. 24 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ് എടുത്ത ഡാൻ വാൻ നിക്കറ്റ്സിന്റെ ബൌളിംഗാണ് ലങ്കയെ തകർത്തത്. തോൽവിയോടെ ശ്രീലങ്കയുടെ സെമി സാധ്യതകൾ അസ്തമിച്ചു. വിംബിൾഡണിൽ വീണ്ടും അട്ടിമറി. സ്വിസ് താരം റോജർ ഫെഡറർ സെമിയിൽ. വിംബിൾഡണിൽ വനിതാ സിംഗിൾസ് സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. വീനസ് വില്യംസ് ജൊഹാന കോണ്ടയെയും ഗാർബിയൻ മുഗുരുസ മഗ്ദലന റിബറിക്കോവയെയും നേരിടും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ ഇന്ന് തൃശൂരിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ്. ആലുവ പോലീസ് ക്ലബിന് മുമ്പിൽ നിന്നും സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, ദിലീപിനെ തെളിവെടുപ്പിനായി എപ്പോഴാണ് കൊണ്ടുപോവുക? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജോയ്, 10 മണിയോടുകൂടി തെളിവെടുപ്പിനായി ദിലീപിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തൃശ്ശൂരിലേക്കാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. തൃശ്ശൂരിൽ ഉള്ള തെളിവെടുപ്പ് കൂടി പൂർത്തിയാകുന്നതോടുകൂടി എല്ലാവിധത്തിലുള്ള തെളിവെടുപ്പുകളും പൂർത്തിയാകും എന്നാണ് പോലീസ് പറയുന്നത്. തൃശ്ശൂരിൽ 2 ഇടങ്ങളിലാണ് തെളിവെടുപ്പ്. പ്രധാനമായി ആദ്യം പോവുക ജോയ്സ് പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലും അതിനുശേഷം ടെന്നീസ് ക്ലബിലുമായിരിക്കും. ടെന്നീസ് ക്ലബിൽ ജോർജേട്ടൻസ് പൂരം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ചിത്രീകരണം നടന്നത് ടെന്നീസ് ക്ലബിലാണ്. ഇവിടെയാണ് മറ്റൊരു തെളിവെടുപ്പ് നടത്തുക. ഈ തെളിവെടുപ്പ് ഇന്നതോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. അതിനുശേഷം ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിലേക്ക് നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിപ്പിച്ചേക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. ഒപ്പം തന്നെ മറ്റ് ചിലരുടെ ചോദ്യം ചെയ്യൽ കൂടെ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടെ പോലീസ് നൽകുന്നുണ്ട്. നാളെയാണ് ദിലീപിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. നാളെ 11 മണിയോടുകൂടി ദിലീപിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുമ്പായി മാക്സിമം വിവരങ്ങൾ ദിലീപിൽ നിന്ന് ചോദിച്ചറിയാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തും. അതായത് 3 ദിവസമാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും 2 ദിവസമാണ് പോലീസിന് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ മാക്സിമം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന കാര്യം കൂടെ ഇന്ന് കോടതിയെ പോലീസ് അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും തെളിവെടുപ്പ് 10 മണിയോടുകൂടി തന്നെ ആരംഭിക്കൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കൂടുതൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. വിവരങ്ങൾ നൽകിയത് സുവി വിശ്വനാഥ്. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ദിലീപിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച കേസിലാണ് ദിലീപ് ജാമ്യാപേക്ഷ നൽകിയത്. ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം കേട്ട കോടതി പോലീസിനോട് നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് നൽകുന്നത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഗൂഢാലോചനയിൽ ദിലീപിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ട്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമുണ്ട്. ഗൂഢാലോചനയിൽ പങ്കുള്ളതിനാൽ പ്രതിക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. വാദങ്ങളെല്ലാം കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ എഴുതി നൽകാനാണ് സാധ്യത.
നിയമവിരുദ്ധമായാണ് പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ജാമ്യാപേക്ഷയിൽ അഭിഭാഷകൻ രാംകുമാർ വാദിച്ചത്. ദിലീപിനെ ഗൂഢാലോചനയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ല. മഞ്ജു വാര്യരും കാവ്യ മാധവനും തമ്മിലുള്ള വിരോധം ദിലീപിന്റെ മുകളിൽ കെട്ടിവയ്ക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ദിലീപിന്റെ മൊഴി തെറ്റെന്ന് വരുത്താൻ പോലീസ് വ്യാജ തെളിവുകൾ സംഘടിപ്പിക്കുകയാണ്. ഗൂഢാലോചനയിൽ ദിലീപിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ല. ദിലീപിന്റെ പോലീസ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഈ സാഹചര്യത്തിൽ തെളിവെടുപ്പിന് ശേഷം നാളെ ദിലീപിനെ വീണ്ടും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷമാകും ജാമ്യാപേക്ഷയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് തിരുവള്ളൂരിൽ CPM ലീഗ് സംഘർഷം. നിരവധി വാഹനങ്ങൾ അക്രമത്തിൽ അടിച്ചു തകർത്തു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് VK രാഹുൽ ചേരുന്നു. രാഹുൽ, ഇപ്പോഴും സംഘർഷ അന്തരീക്ഷം തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ജോയി, ഇന്ന് പുലർച്ചെയും ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിലായിരുന്നു CPM ലീഗ് സംഘർഷം വടകര തിരുവള്ളൂരിൽ അരങ്ങേറിയത്. വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു ഉണ്ടായത്. ഇന്നലെ രാത്രി വൈകിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബൈക്കിലെത്തിയ സംഘം ലീഗിന്റെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് ബോംബെറിഞ്ഞ് തകർക്കുകയായിരുന്നു. തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ രാത്രിയിൽ തന്നെ 9ഓളം ബൈക്കുകളാണ് ആക്രമിക്കപ്പെട്ടത്. 2 കാറുകൾക്ക് നേരെയും അക്രമം ഉണ്ടായി. കടകൾക്കും ഓട്ടോകൾക്കും നേരെയും അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെ 2 ബൈക്കുകൾ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2 ബൈക്കുകൾക്ക് തീവെക്കുകയും 2 ബൈക്കുകൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ 2 കോൺഗ്രസ് പ്രവർത്തകരുടെ ബൈക്കുകളും അടിച്ചു തകർത്തവയിൽ പെടുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി വടകര തിരുവള്ളൂർ മേഖലയിൽ ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ച് ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ UDFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരുവള്ളൂരിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. മറ്റു പ്രദേശങ്ങളിലേക്ക് ഇത്തരം അക്രമങ്ങൾ പടരാതിരിക്കാൻ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ പോലീസ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജോയ്, വിവരങ്ങൾ നൽകിയത് VK രാഹുൽ. നീതിക്കായി മാലാഖമാർ. സംസ്ഥാനത്തെ നഴ്സുമാരുടെ സമരം 18ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്നും സത്യഗ്രഹ സമരം തുടരും. സമരത്തിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് ആശുപത്രി മാനേജ്മെന്റുകൾ നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നതായി പരാതിയുണ്ട്. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഴ്സുമാർ. ഇന്ന് തൃശൂരിൽ ചേരുന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമിതി യോഗം സമരത്തിന് അന്തിമ രൂപം നൽകും. വേതന വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ ആശുപത്രി മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി. കാസർഗോഡ് സമരത്തിനിറങ്ങിയ നഴ്സുമാരെ ആശുപത്രി ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി. ഇനി ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകില്ലെന്നും മാനേജ്മെന്റ് ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ വേതന വർധനവ് സംബന്ധിച്ച തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നഴ്സുമാർ സംസ്ഥാന വ്യാപക സമരം ആരംഭിച്ചത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കാസർഗോഡ് ജില്ലയിൽ സമരം. നേരത്തെ നൽകിയ നോട്ടീസ് പ്രകാരം കഴിഞ്ഞ ദിവസം കളക്ടറേറ്റ് മാർച്ച് നടത്തിയ ശേഷം ജില്ലയിലെ 16 ആശുപത്രികൾക്ക് മുന്നിൽ സമരപ്പന്തൽ ഉയർത്തി. സമരം ശക്തമാകുന്നതിനിടെയാണ് ആശുപത്രി മാനേജ്മെന്റുകളുടെ പ്രതികാര നടപടിയുണ്ടായത്. സമരത്തിൽ പങ്കെടുക്കുന്ന 6 പേരെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയതായി കാണിച്ച് അരമന ആശുപത്രി മാനേജ്മെന്റ് നഴ്സുമാർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. എത്രയും വേഗം ഹോസ്റ്റൽ വിട്ടിറങ്ങണമെന്നും ഇനി ഭക്ഷണം അടക്കമുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ ലഭിക്കില്ലെന്നും അറിയിപ്പുണ്ട്. നടപടിക്ക് മാനേജ്മെന്റ് എടുക്കാൻ ഞങ്ങൾ ഇന്നലെ സ്ട്രൈക്കിന് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു നോട്ടീസും സ്റ്റാഫിനെ അവിടുന്ന് ഷിഫ്റ്റ് ആക്കുന്ന എല്ലാ പരിപാടിയും നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ സ്ട്രൈക്കിന് ഇറങ്ങിയതിന് ശേഷം, ഇതിന് മുന്നേ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. സ്ട്രൈക്കിന് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് എത്തിയിരിക്കുന്നത്. ഹോസ്റ്റൽ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്നും അച്ചടക്കമില്ലായ്മയുണ്ടെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ സമരത്തിനിറങ്ങിയതാണ് ഇത്തരമൊരു പ്രതികാര നടപടിക്ക് ഇടയാക്കിയതെന്ന് നഴ്സുമാർ പറയുന്നു. ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയ അറിയിപ്പ് രാത്രി വൈകി ഹോസ്റ്റൽ ചുമരിൽ പതിക്കുകയായിരുന്നുവെന്നും പോലീസ് സഹായം തേടിയിട്ടുണ്ടെന്നും നഴ്സുമാർ പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്.